ഹലോ, ഇന്ന് നമ്മൾ ക്രിസ്മസ് ആയതുകൊണ്ട് ബനാന ചിപ്സ് വെച്ചിട്ടുള്ള ഒരു ചീസ് കപ്പ് കേക്കാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് ചിപ്സും ചീസും ആണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചിപ്സ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ചിപ്സ് മാത്രമായിട്ട് പൊടിച്ചെടുക്കുമ്പോൾ മധുരം കുറവായിരിക്കും. അപ്പോൾ കുറച്ച് പഞ്ചസാര കൂടി ഇട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി. നമ്മളിവിടെ പഞ്ചസാര ഇട്ടിട്ടില്ല. ഇനി ഇതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടർ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം കൂടി ശരിക്കും ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം റെഡിയാക്കി വെച്ചിട്ടുള്ള കപ്പ് കേക്കിൻ്റെ മോൾഡിലോട്ട് ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള മോൾഡിലും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കണം. എല്ലാത്തിലും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അമർത്തണം. ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് റോയൽ മാർക്കിൻ്റെ ക്രിസ്പി ബനാന ചിപ്സാണ് എടുത്തിട്ടുള്ളത്. എല്ലാ മോൾഡിലും ചിപ്സൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടി നോക്കാം. ഒരു കപ്പ് ചീസിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. 2 മുട്ട കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ചെറിയ സ്പീഡിൽ ബീറ്റ് ചെയ്താൽ മതി. മുട്ടയൊക്കെ പോയി നല്ല സ്മൂത്തായി വരുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് ഒരു 2 സ്പൂൺ മൈദപ്പൊടി കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. കട്ടയൊക്കെ പോയി നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഫ്രഷ് ക്രീം കൂടി ചേർത്ത് ചെറുതായിട്ടൊന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു 2 ഡ്രോപ്പ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് ബീറ്റ് ചെയ്യാം. കേക്കിൻ്റെ മേലെ വരുന്ന പോർഷൻ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് വെച്ചിട്ടുള്ള കപ്പ് കേക്കിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് ഒഴിക്കേണ്ട, ഹാഫ് ഒഴിച്ചാൽ മതി. ഇത് ക്രീം പൊന്തി വരുമ്പോൾ ബുദ്ധിമുട്ടാവും ഫുള്ളായിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ. എല്ലാത്തിലും ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാത്രത്തിലോട്ട് ഇത് വെച്ച് കൊടുക്കുക. ഈ ബനാന ചീസ് കപ്പ് കേക്കിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് 15 മിനിറ്റാണ്. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. പാനിൽ നിന്ന് എടുത്ത് ചൂടാറാനായി മാറ്റി വയ്ക്കാം. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കാം. 3 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് കഴിക്കാവുന്നതാണ്.